ആസ്പിരൻസ് ക്ലീൻ 2024 എക്സാമിനേഷന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ക്ലാസ്സസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമോ ചേച്ചി, പെട്ടെന്ന് അപ്ലോഡ് ചെയ്താൽ പഠിക്കാനായിരുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ക്ലാസ്സസ് പെട്ടെന്നായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ എന്നും ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്ത് ടൈംസ് വെച്ചിട്ടുണ്ട്. ആ ടൈം അനുസരിച്ച് എന്നും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൈകിട്ട് നമ്മൾ MCQ സെക്ഷൻസും ഈ ഒരു പോർഷൻസിനെ സംബന്ധിച്ചുള്ള MCQs നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ക്ലാസ്സസ് കണ്ട് മാക്സിമം യൂസ്ഫുൾ ആക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇനി പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിച്ച് മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. രാവിലെ എഴുന്നേറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു മണിക്കൂർ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലീ 2024 ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് IPC ക്ലാസ്സസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പുതിയ ലോ വന്നു, എന്നാൽ പോലും നമ്മൾ IPC പഠിക്കണം. അതിനുശേഷമാണ് പുതിയ ലോയിലെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നോക്കേണ്ടത്. അതൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒഫൻസസ് എഗനിസ്റ്റ് ബോഡി അല്ലെങ്കിൽ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി ആ പോർഷൻ ആണ് ഇന്ന് നോക്കുന്നത്. എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഒഫൻസസ്, അതായത് മനുഷ്യരുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ചാണ്. സെക്ഷൻ 299 കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ച് പറയുന്നത്. മർഡറിനെ കുറിച്ച് 300 പറയുന്നത്. 1 by 1 ആയിട്ട് നമ്മൾ എടുക്കാം ഡീറ്റെയിൽ ആയി. പിന്നെ കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് 304A നെഗ്ലിജൻസ് വഴിയായിട്ട് ഡെത്ത് കോസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഡൗറി ഡെത്ത് 304B പറയുന്നത്. ഒരാൾക്ക് ഹേർട്ട് ഉണ്ടാക്കുക, ഒരു എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുക, അതിനെപ്പറ്റി പറയുന്നത് 390 ഗ്രീവിയസ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഹേർട്ട് ഉണ്ടാക്കുക, അത് 320 റോങ്ഫുൾ റിസ്ട്രെയിൻമെന്റ്, നമ്മൾ റോങ്ഫുൾ ആയിട്ട് അനധികൃതമായിട്ട് ഒരാളെ റീസ്ട്രെയിൻ ചെയ്യുക, തടയുക, അത് 339 റോങ്ഫുൾ കൺഫൈൻമെന്റ്, നമ്മൾ അനധികൃതമായിട്ട് ഒരാളെ കംപ്ലീറ്റ്ലി കൺഫൈൻ ചെയ്ത് എങ്ങോട്ടും പോകാതെ, ഒരു ഡയറക്ഷനിലും പോകാതെ തടഞ്ഞു വെക്കുക, അതാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് 340. ക്രിമിനൽ ഫോഴ്സ്, നമ്മളൊരു ക്രിമിനലി ഒരാളുടെ മേളിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കുക, അത് 350 ഇനി അസോൾട്ട് 351, കിഡ്നാപ്പ് ചെയ്യുക 359 പറയുന്നത്. അബ്ഡക്ഷൻ 362, റേപ്പ് 375 പറയുന്നത്. അൺനാച്ചുറൽ ആയിട്ടുള്ള ഒഫൻസസ് 371. ഈ ഒരു അസോൾട്ടും ക്രിമിനൽ ഫോഴ്സും കഴിഞ്ഞിട്ട് വുമണിന് എഗനിസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, സ്റ്റോക്കിംഗ്, വോയറിസം തുടങ്ങിയ ഒഫൻസസ് ഒക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് മർഡറും കൾപ്പബിൾ ഹോമിസൈഡും വരുന്ന ഏരിയ ആണ്. ഇപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ, ഹോമിസൈഡ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മറ്റൊരു ഹ്യൂമൻ ബീയിങ് കില്ല് ചെയ്യുന്നതിനെയാണ്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിനെയാണ്, കൊല്ലപ്പെടുന്നതിനെയാണ് നമ്മൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. ഈ ഹോമിസൈഡ് എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. ലോഫുൾ ആയിട്ടും ഉണ്ട്, അൺലോഫുൾ ആയിട്ടും ഉണ്ട്. ലോഫുൾ ആയിട്ടുള്ള ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമപ്രകാരമുള്ളത്, അതായത് ഇപ്പോൾ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നത്, അപ്പൊ അത് ലോഫുൾ ആയിട്ടുള്ള ഹോമിസൈഡ് അല്ലേ. ഒരു പേഴ്സൺ തന്നെയല്ലേ മറ്റൊരു പേഴ്സണെ കില്ല് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ ലോഫുൾ ആയിട്ടുള്ള ഹോമിസൈഡ് ആണ്. നമ്മളിവിടെ പറയുന്നത് കൾപ്പബിൾ ആയിട്ടുള്ള ഹോമിസൈഡിനെ കുറിച്ചാണ്. ഇനി എല്ലാ മേർഡേഴ്സും, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാ മേർഡേഴ്സും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, പക്ഷെ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മേർഡേഴ്സ് അല്ല. മർഡർ എല്ലാം, അതായത് സെക്ഷൻ 300 പറയുന്ന മർഡർ എല്ലാം കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, പക്ഷെ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ അല്ല. അതെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന സെക്ഷൻ 299 പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡിനെ 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആയി മാറുന്ന കൾപ്പബിൾ ഹോമിസൈഡും, ഇനി കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആയി മാറാത്ത കൾപ്പബിൾ ഹോമിസൈഡ്. ഈ കൾപ്പബിൾ ഹോമിസൈഡിനെയും മർഡറിനെയും തമ്മിൽ വ്യത്യസ്തമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് വരുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഇന്റൻഷനും നോളജും. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരാളെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ട്, ഉദ്ദേശമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ക്രിമിനൽ ഇന്റൻഷൻ, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു നോളജ്, അറിവും. ഇതിന്റെ 2ന്റെയും ഒരു ഡിഗ്രിയാണ്. എത്രത്തോളമാണോ, എനിക്ക് ഇന്റൻഷൻ കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നോളജ് കൂടുതലായിരുന്നു എങ്കിൽ അത് മർഡർ ആകും. എനിക്ക് ഒരാളെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ, അതായത് വേണ്ട തരത്തിൽ ഞാൻ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി ഒരാളെ കൊല്ലുകയാണ് എങ്കിൽ അത് എന്തായാലും മർഡർ ആയിരിക്കും. അപ്പൊ ഇന്റൻഷനും നോളജും ഡിഗ്രി എത്രത്തോളമാണോ, അതിന്റെ കാഠിന്യം എത്രത്തോളമാണോ കൂടുതൽ, അതനുസരിച്ചായിരിക്കും ഈ മർഡറിനെയും കൾപ്പബിൾ ഹോമിസൈഡിനെയും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ നടത്തുന്നത്, വ്യത്യസ്തമാക്കുന്നത്. സോ ഇന്റൻഷനും നോളജിന്റെയും ഡിഗ്രി അവിടെ കൂടുതലാണ് എങ്കിൽ അതെന്തായിരിക്കും, മർഡർ ആയിരിക്കും. അത് കുറവാണെങ്കിലാണ് കൾപ്പബിൾ ഹോമിസൈഡായി മാറുന്നത്. അത് സിംപ്ലി നമ്മൾ അങ്ങനെ ഓർത്തിരിക്കാം.
ഇനി കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് എന്താണ്, ആ സെക്ഷൻ എന്താണ് 299 പറയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. കോസസ് ഡെത്ത് കാരണമാക്കുന്നു, അതായത് ഒരാളുടെ മരണത്തിൽ കാരണമാക്കുന്നു. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് വരണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരാൾ മരിക്കണം. ഇവിടെ അങ്ങനെ തന്നെയാ, ഇവിടെയും ഡെത്ത് തന്നെ കോസ് ചെയ്യണം. മർഡർ എന്ന് പറയുമ്പോൾ എന്താ, ഒരാൾ ഡെത്ത് മരിച്ചാൽ മാത്രമല്ലേ നമുക്ക് മർഡർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെയും കൾപ്പബിൾ ഹോമിസൈഡിലും ഒരു പേഴ്സന്റെ ഡെത്തിന് കാരണമാകണം, ഡെത്ത് സംഭവിക്കണം. ബൈ എങ്ങനെ, ഡൂയിങ് ആൻ ആക്ട്, ഒരു പ്രവൃത്തി ചെയ്യുന്നത് വഴിയായി. വിത്ത് ദ ഇന്റൻഷൻ ഒക്കെ ഉണ്ട്, ആ ബോധത്തോടു കൂടിയും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയും ഒരു പ്രവൃത്തി ചെയ്യുന്നത് വഴിയായി ഒരാളുടെ മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. എങ്ങനെ, കോസിങ് ഡെത്ത് കാരണമാക്കാവുന്ന, അതായത് മരണത്തിൽ കാരണമാക്കാവുന്ന ഒരു പ്രവൃത്തി ഇന്റൻഷനോട് കൂടി ചെയ്യുന്നത് വഴിയായി ഒരു വ്യക്തി മരണപ്പെട്ടാൽ കൾപ്പബിൾ ഹോമിസൈഡ് ആകാം. പിന്നെ അതോടൊപ്പം തന്നെ എന്താ, കോസസ് ബോഡിലി ഇഞ്ചുറി. അതല്ല എങ്കിൽ ഇപ്പോ ഒരു ഡെത്ത് കോസ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ഒരു ബോഡിലി ഇഞ്ചുറി ആണ് ഒരു വ്യക്തിക്ക് ഇന്റൻഷനലി കോസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ബോഡിലി ഒരു ഇഞ്ചുറി ഉണ്ടാക്കുന്നു. ആ ബോഡിലി ഇഞ്ചുറി എങ്ങനെയാ, ലൈക്ലി ടു കോസ് ഡെത്ത്, അതായത് മരണത്തിൽ ചെന്നെത്താകുന്ന തരത്തിലുള്ള ഒരു ബോഡിലി ഇഞ്ചുറിയാണ് കോസ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഡെത്ത് കോസ് ചെയ്യുന്ന തരത്തിൽ ഒരു ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബോഡിലി ഇഞ്ചുറി കോസ് ചെയ്യുന്ന തരത്തിൽ ഒരു ആക്ട് ചെയ്യുന്നു. ആ ബോഡിലി ഇഞ്ചുറി എങ്ങനെയുള്ളതാ, ഡെത്തിലേക്ക് എത്താവുന്ന ഒരു ബോഡിലി ഇഞ്ചുറിയാണ്. പിന്നെ അത് ചെയ്യുന്നത് എങ്ങനെയാ, നോളജോട് കൂടി, അറിവോട് കൂടിയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. ഇനി കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്താലുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 304 പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം, കൾപ്പബിൾ ഹോമിസൈഡിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആകുന്ന കൾപ്പബിൾ ഹോമിസൈഡ്. മർഡർ ആകുന്ന എങ്ങനെയാ, ഈ കൾപ്പബിൾ ഹോമിസൈഡില് ഇതിന്റെ ഇന്റൻഷന്റെയും ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തി, ബോഡിലി ഇഞ്ചുറി കോസ് ചെയ്യുന്നത്, ഡെത്തിന് കാരണമാക്കാവുന്ന ബോഡിലി ഇഞ്ചുറി കോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെത്തിന് കോസ് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി കോസ് ചെയ്യുന്നതോ നോളജോട് കൂടി ചെയ്യുന്നത്, അറിവോടുകൂടി ഇന്റൻഷനോട് കൂടി ചെയ്യുന്നതിൽ ആ ഇന്റൻഷനും നോളജും, ആ ഒരു ഉദ്ദേശവും, അങ്ങനെയുള്ള ഒരു ക്രിമിനൽ ഇന്റൻഷനും അതോടൊപ്പം തന്നെ ആ ഒരു നോളജും, അറിവും, അതിന്റെ കാഠിന്യം കൂടുതൽ, അതിന്റെ ഡിഗ്രി കൂടുതലാണ് എങ്കിൽ, കൂടുതലായിട്ട് ഇന്റൻഷൻ, അതായത് പ്രിപ്പറേഷൻ ഒക്കെ എടുത്തി അങ്ങനെ ഇന്റൻഷനോട് കൂടുതൽ, നമുക്ക് നോളജും കൂടുതലായി ഇന്റൻഷനും കൂടുതലാണ് എങ്കിൽ അത് എന്തായി മാറും, മർഡർ ആയി മാറും. ഇത്ര ഓർത്താൽ മതി. ഞാൻ ഒരാളെ കൊല്ലണം എന്നൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ഒരാളെ ഷൂട്ട് ചെയ്ത് ഞാൻ കൊല്ലുന്നു, സോ അപ്പൊ ഞാൻ ചെയ്തത് മർഡർ ആണ്. ഇനി കൾപ്പബിൾ ഹോമിസൈഡിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കറിയാം ഒരു കുറ്റിച്ചെടിയുടെ പുറകിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടെന്ന്, പക്ഷെ ഞാൻ മറ്റൊരാളോട് പറയുന്നു, ഇപ്പൊ ഞാൻ എ ആണെന്ന് വിചാരിച്ചോ, എന്നിട്ട് ഞാൻ ബിയോട് പറയുന്നു സി കുറ്റിച്ചെടിയുടെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്, ഇത് എനിക്കറിയാം, അവിടെ ഇരിപ്പുണ്ടെന്ന് ഇത് എനിക്കറിയാം. അപ്പൊ എന്റെ ഉദ്ദേശം എന്താ, ഈ സീനെ കൊല്ലണം, സി മരണപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് ഉദ്ദേശത്തോടു കൂടി ഞാൻ ബിയോട് പറയുന്നു, ബിക്കാണെങ്കിൽ അറിയില്ല സി ഇവിടെ കുറ്റിച്ചെടിയുടെ പുറകെ ഇരിക്കണേ, ബിയോട് ഞാൻ പറയുന്നു കുറ്റിച്ചെടിയുടെ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ. ഇത് കേട്ട് ബി ഷൂട്ട് ചെയ്യുകയും സി മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബി അവിടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ജനറൽ എക്സെപ്ഷൻ പഠിച്ചു, പുള്ളിക്ക് ഇന്റൻഷൻ ഇല്ലായിരുന്നു, നോളജ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെടുക്കാം, ജനറൽ എക്സെപ്ഷൻ എടുത്തു, പുള്ളി ലയബിൾ ആവില്ല, ഒരു ഒഫൻസിനും ഗിൽറ്റി ആവില്ല ബി. പക്ഷെ ഞാനിവിടെ എന്ത് കുറ്റമാണ് ചെയ്തത്, ഞാൻ കൾപ്പബിൾ ഹോമിസൈഡ് ആണ് ചെയ്തത്. കാരണം ആ ഒരു ഇന്റൻഷനെ നോളജിന്റെ ഡിഗ്രി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ചെയ്തത് കൾപ്പബിൾ ആയിട്ടുള്ള ഹോമിസൈഡ് ആണ്. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡിനാണ് പണിഷബിൾ ആകുന്നത്. ഇനി അതല്ല, ഞാൻ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ അയാളെ കുത്തി കൊല്ലുന്നു, അല്ലെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു, അതൊക്കെ, അല്ലെങ്കിൽ അയാളെ കത്തിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, അതൊക്കെ മർഡർ ആണ്. അത് മർഡറിലാണ്, അതിന്റെ ഡിഗ്രി ഓഫ് ഇന്റൻഷനും നോളജും കൂടുതലാണ്. അപ്പൊ അവിടെയും ഡെത്ത് തന്നെ കോസ് ചെയ്യണം, എന്നാലാണ് നമ്മൾ മർഡർ എന്ന് പറയുള്ളൂ. ഇനി ചില സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു ഈ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആവില്ല എന്ന്. അത് ഏത് സിറ്റുവേഷൻ ആണ് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആവാത്തത് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് മർഡറിലേക്ക് എത്താത്ത സിറ്റുവേഷൻസ്, അത് മർഡർ ആണെന്ന് പറയാത്ത സിറ്റുവേഷൻസ്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എങ്കിൽ പണിഷ്മെന്റ് കുറച്ച് കുറവായിരിക്കും. മർഡർ ആണെങ്കിൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മർഡറിനാണ് പണിഷ്മെന്റ് കൂടുതൽ. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് ആണെങ്കിൽ പണിഷ്മെന്റ് കുറവാ, അപ്പൊ എനിക്ക് ഇന്റൻഷൻ കുറവാ, നോളജ് കുറവാന്ന് സ്ഥാപിച്ചെടുക്കാനാണ് എപ്പോഴും നോക്കുന്നത്. ഇനി കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറിൽ വരുന്നത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, അതായത് ഒരാളുടെ പെട്ടെന്നുള്ള പ്രൊവോക്കേഷൻ കാരണം, പ്രകോപനം കാരണം പെട്ടെന്ന് സ്പോട്ടിൽ ഞാൻ ചെയ്തു പോയതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറിലേക്ക് എത്തില്ല, മർഡർ ആണെന്ന് പറയില്ല. ഇനി പ്രൈവറ്റ് ഡിഫൻസ്, നമുക്ക് സ്വയരക്ഷ നമ്മൾ പഠിച്ചു, പ്രൈവറ്റ് ഡിഫൻസിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് സ്വയരക്ഷയുടെ ഭാഗമായിട്ട് എങ്ങനെ നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഒക്കെ നമുക്ക് സ്വയരക്ഷ എടുക്കാം. ആ സ്വയരക്ഷ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായി പോയി. നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന ഈവിളിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഫോഴ്സ് ഉപയോഗിക്കരുത്. അപ്പൊ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തു, ഇച്ചിരി എക്സീഡ് ചെയ്ത് പോയി. അങ്ങനെ പ്രൈവറ്റ് ഡിഫൻസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിക്കോ പ്രോപ്പർട്ടിക്കോ എടുത്തപ്പോൾ എക്സീഡ് ചെയ്തത് പോയത് വഴിയായി ഇവിടെ ഒരു ആൾക്കൊരു ഡെത്ത് കോസ് ചെയ്തതാണ് എങ്കിൽ അതും എന്താവില്ല, മർഡർ ആവില്ല. ഇനി ഒരു പബ്ലിക് സെർവന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സെർവന്റ് ആയിട്ടുള്ള ഒരു
വ്യക്തി അയാളുടെ ഡ്യൂട്ടി ചെയ്തപ്പോൾ അയാൾ എക്സീഡ് ചെയ്തിട്ട് അയാളുടെ പവർ കൂടുതൽ ഉപയോഗിച്ചു, അങ്ങനെയാണ് എങ്കിലും അത് മർഡർ ആവില്ല, കൾപ്പബിൾ ഹോമിസൈഡ് തന്നെയാണ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. ഇനി സഡൻ ഫൈറ്റ്, പ്രത്യേകിച്ച് നേരത്തെ ഒരു പ്രീമീഡിയേഷൻ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു അടിപിടി ഉണ്ടായതാ, അപ്പൊ അങ്ങനെ ആ ഫൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മരിച്ചു പോയതെങ്കിൽ അതും എന്താവില്ല, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, മർഡർ ആവാത്ത സിറ്റുവേഷൻസിലാണ് പറയുന്നത്. ഇനി ഡെത്ത് ബൈ കൺസെന്റ്, കൺസെന്റ് എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആളുടെയാണ്, 18 ഇയേഴ്സ് പ്ലസ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ്, അയാളുടെയും കൂടി സമ്മതത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ആക്ട് നടന്നപ്പോൾ അയാൾ മരിച്ചത്, ആ ഒരു ഡെത്തിൽ കോസ് ചെയ്തതെങ്കിൽ അങ്ങനെയാണെങ്കിലും എന്താവില്ല, ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ വരുന്ന സിറ്റുവേഷനാണ്. ഈ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ഇതെല്ലാമാണ് ആ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു വ്യക്തി ഒരാളവിടെ നിൽക്കുമായിരുന്നു, അപ്പൊ ആ നിന്ന സമയത്ത് പെട്ടെന്നൊരു ഇപ്പൊ ABC അങ്ങനെ ഓർത്തോ, എയും ബിയും സിയും ഉണ്ട്. എ പെട്ടെന്ന് തന്നെ ബിനെ പ്രകോപിപ്പിച്ചു, തല്ലട എന്നെ ഇടിക്കട എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രകോപിപ്പിച്ചു. അപ്പൊ അതിന്റെ ഭാഗത്തില് എന്ത് ചെയ്തു, എ പ്രകോപിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ബി എയിനെ തല്ലാനായിട്ട്, അല്ലെങ്കിൽ വേണ്ട കിട്ടിയ കയ്യില് വടിയെടുത്ത് അടിക്കാൻ പോയി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറി സി വന്നു. അപ്പൊ സി അവിടെ നിൽക്കണമെന്നോ സീനെ തല്ലണമെന്നുള്ള ഇന്റൻഷൻ ഒന്നും ആർക്കില്ലായിരുന്നു, ഇന്റൻഷൻ ഇല്ലായിരുന്നു, നോളജും ഇല്ലായിരുന്നു, ഒക്കെ കുറവാണ്. പക്ഷെ സി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അടിച്ചപ്പോൾ സിക്ക് തലയ്ക്ക് അടി കൊട്ടുകയും സി മരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അതെന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ. കാരണം പെട്ടെന്നുണ്ടായ ഗ്രേവ് സഡൻ പ്രൊവോക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിൽ അതൊക്കെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ്, മർഡർ ആവാത്ത സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും പണിഷ്മെന്റ് നോക്കാം. മർഡറിലാണെങ്കിൽ പണിഷ്മെന്റ് വരുന്നത് സെക്ഷൻ 302 പറയുന്നത് ഡെത്ത്, മരണം വരെ, വധശിക്ഷ വരെ കിട്ടാം, അല്ലെങ്കിൽ ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം വരെ കിട്ടാം, ഫൈനും ഉണ്ട് കേട്ടോ. പിന്നെ 304 കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവാത്ത സിറ്റുവേഷനിൽ കൾപ്പബിൾ ഹോമിസൈഡിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് പറയുന്നത് ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്, ഒന്നുമില്ല ജീവപര്യന്തം അല്ലെങ്കിൽ ഇംപ്രസൺമെന്റ് 10 വർഷത്തേക്കുള്ള ഇംപ്രസൺമെന്റും ഫൈനും ഉണ്ട്, അതാണ് പണിഷ്മെന്റ്. അപ്പൊ ഇതാണ് മർഡറും കൾപ്പബിൾ ഹോമിസൈഡും തമ്മിലുള്ള വ്യത്യാസം. ഇത് തമ്മിൽ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിന്റെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഡിഗ്രി ഓഫ് ഇന്റൻഷൻ എത്രത്തോളം ഉണ്ട്, ആ ഡിഗ്രി ഓഫ് ആ ഒരു നോളജ് എത്രത്തോളം ഉണ്ട്, അത് വെച്ചിട്ടാണ്. ഇപ്പൊ ഇന്റൻഷനും നോളജും കൂടുതലാണ് എങ്കിൽ, അതിന്റെ ഡിഗ്രി കൂടുതലാണെങ്കിൽ അത് എന്തിലേക്ക് പോകും, മർഡറിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറിൽ എമൗണ്ട് ചെയ്യാത്ത സിറ്റുവേഷൻസും ആണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 304A 304B ആണ്. ഇതിൽ പറയുന്നത് കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസിനെ കുറിച്ചാണ് 304A പറയുന്നത്. നെഗ്ലിജൻസ് വഴിയായിട്ട് ഡെത്ത് കാരണമാകുന്നു, മരണത്തിലെത്തുന്നു. ഒരു വ്യക്തിയുടെ റാഷ് ആയിട്ടുള്ളോ, വളരെ അശ്രദ്ധാപൂർണമായിട്ടുള്ളോ, അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി ആ ഡ്യൂട്ടി ചെയ്യാതെ നെഗ്ലിജന്റ് ആയിട്ടോ പ്രവർത്തിക്കുന്നത് വഴിയായിട്ട്, റാഷ് ആയിട്ടുള്ള രീതിയിലോ അശ്രദ്ധാപൂർവമോ അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യാതെയോ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആക്ട് വഴിയായിട്ട് ഡെത്തിന് കാരണമാകുകയാണ് എങ്കിൽ 304A പ്രകാരം പണിഷ്മെന്റ് കിട്ടുന്നത് 2 years ഇംപ്രസൺമെന്റും ഫൈനും ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ രണ്ടും കിട്ടും. 2 years ഇംപ്രസ്മെന്റോ അല്ലെങ്കിൽ ഫൈൻ കിട്ടും, അതല്ലെങ്കിൽ രണ്ടും കിട്ടും. 2 വർഷം ഇംപ്രസ്മെന്റും പിന്നെ ഫൈനും കിട്ടാവുന്ന കുറ്റമാണ് 304A പ്രകാരം കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അത് ഓർത്തിരിക്കുക. പിന്നെ 304B പറയുന്നത് ഡൗറി ഡെത്ത് ആണ്. ഡൗറി ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീധനം സംബന്ധിച്ചുള്ള മരണങ്ങൾ. അപ്പോ ബേൺ ഓർ ബോഡിലി ഇഞ്ചുറി, അതായത് ഏതെങ്കിലും ഒരു വുമൺ മരിക്കുന്നത് ബേൺ വഴിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലുകൾ വഴിയോ അല്ലെങ്കിൽ ബോഡിലി ഇഞ്ചുറി അനുഭവപ്പെട്ടതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ അത് എത്ര നാൾക്കുള്ളിൽ മരിക്കണം, 7 years ഓഫ് മാരേജ്. അതായത് ഒരു മാരേജ് നടന്ന് വിത്തിൻ ഹർ 7 years ഓഫ് മാരേജ്, അതായത് ആ ഒരു സ്ത്രീയുടെ മാരേജ് നടന്ന് 7 വർഷത്തിനുള്ളിലായിരിക്കണം ബേണോ ബോഡിലി ഇഞ്ചുറി ഒക്കെ വന്നിട്ട് ആ സ്ത്രീ മരിച്ചത്. അതോടൊപ്പം തന്നെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, സൂൺ ബിഫോർ ഹർ ഡെത്ത്, മരണത്തിന് തൊട്ട് മുമ്പ് അവർ ക്രൂവലിറ്റി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹരാസ്മെന്റ് അനുഭവപ്പെടുകയോ ചെയ്യണം. എവിടെ നിന്ന്, അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും ക്രൂവലിറ്റിയോ ഹരാസ്മെന്റോ ഡെത്തിന് തൊട്ട് മുമ്പേ അനുഭവപ്പെടുകയും ചെയ്തിരിക്കണം. അത് എന്തിനെ സംബന്ധിച്ചായിരിക്കണം, ഡൗറി ഡിമാൻഡ് ചെയ്തു ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് 304B അണ്ടറിൽ ഡൗറി ഡെത്ത് ആണെന്ന് പറയും. അങ്ങനെ ഡൗറി ഡെത്ത് സംഭവിച്ചാൽ പണിഷ്മെന്റ് പറയുന്നത് എത്രയാണ്, നോട്ട് ലെസ് ദാൻ 7 years, മിനിമം കൊടുക്കുന്നത് 7 വർഷത്തെ തടവ് ശിക്ഷയായിരിക്കും. അത് എവിടെ വരെയും പോവാം, ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം വരെ പോകാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒഫൻസസ് എഗൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ നോക്കിയത്. ഇനി ബാക്കിയുള്ള ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട്, റോങ്ഫുൾ കൺഫൈൻമെന്റ് മുതലായ ഒഫൻസസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. 10 o'clock അടുത്ത ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടമായി, കോണ്ടന്റ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ക്ലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സ്റ്റുഡൻസ്.